റീഡിംഗ് ലിറ്ററേച്ചർ 2 കുറച്ച് 1 മാർക്ക് 2 മാർക്സ് ആൻഡ് 4 മാർക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക്ബെറി പിക്കിംഗ് ബൈ സീമസ് ഹീനിയുടെയാണ്. അപ്പോൾ ഇതിനകത്ത് സ്പീക്കർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 1 മാർക്കായിട്ട് ചോദിക്കാം. ബ്ലാക്ക്ബെറി പിക്കിങ്ങിനകത്ത് സ്പീക്കർ എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. ആ ആൺകുട്ടി അയാളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് റീകോൾ ചെയ്യുന്നതാണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഏത് ഫ്രൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്? ബ്ലാക്ക്ബെറീസിനെ കുറിച്ചാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കോൺട്രാസ്റ്റാണ് സ്പീക്കർ ഈ പോയത്തിനകത്ത് സംസാരിക്കുന്നത്. അതായത് ബ്ലാക്ക്ബെറീസ് പിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഹാപ്പിനെസ്സിനെ കുറിച്ചും അത് ഡീകേ ആകുമ്പോൾ ഉള്ള ഡിസപ്പോയിൻമെൻറ്റിനെ കുറിച്ചുമാണ് സംസാരിച്ച് പോയേക്കുന്നത്. എന്താണ് ഇതിനകത്ത് തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ചേഞ്ച് ആൻഡ് ലോസ്. അതായത് ലൈഫിൽ ചേഞ്ചും നഷ്ടങ്ങളും, അതായത് ലോസും സംഭവിക്കും. അതിൻ്റെ ആ ഒരു അനിവാര്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നെവിറ്റബിലിറ്റിയെക്കുറിച്ചാണ് ഈ പോയത്തിനകത്ത് സംസാരിക്കുന്നത്. ഇനി ഇമേജറി ഏതൊക്കെയാണ് ഈ ബ്ലാക്ക്ബെറി പിക്കിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറിയുടെ അപ്പിയറൻസിനെ കുറിച്ച് യൂസ് ചെയ്യുന്ന ഇമേജസ് ഉണ്ട്, ടെക്സ്ചർ, ടേസ്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ലേറ്റ് ഡിസപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഡീകേ ചെയ്യുമ്പോൾ ഉള്ള, അതായത് എക്സാമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി പർപ്പിൾ ക്ലോട്ട് എന്നാണ് ബ്ലാക്ക്ബെറിയെ പറയുന്നത്. ആൻഡ് ഓൾസോ റാറ്റ് ഗ്രേ ഫംഗസ് എന്ന്. റാറ്റ് ഗ്രേ ഫംഗസ് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഡീകേയെ കുറിച്ചാണ്, അതായത് അത് നശിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇമേജ്. പിന്നെ ചൈൽഡ്ഹുഡിനെ കുറിച്ചും മെച്യൂരിറ്റിയെ കുറിച്ചും എന്താണ് പോം റിവീൽ ചെയ്യുന്നത്? ഒരു ചൈൽഡിൻ്റെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള എന്തൂസിയാസം ആണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നീട് ലൈഫിലുള്ള ഇംപെർമനൻസ് അല്ലെങ്കിൽ ലൈഫിൽ ഹാപ്പൻ ആവുന്ന ചേഞ്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. ബ്ലാക്ക്ബെറി പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ജോയിയെക്കുറിച്ചും, അത് ചൈൽഡ്ഹുഡ് ജോയിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബ്ലാക്ക്ബെറി നശിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീകേ ചെയ്യുമ്പോൾ അതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ലൈഫിലൊന്നും പെർമനൻ്റ് അല്ല, ലൈഫിൽ മാറ്റങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി പെയർ ഓഫ് മെസ്റ്റാഷ്യൂസ് എന്നുള്ള മുൾക്രാജ് ആനന്ദിൻ്റെ സ്റ്റോറിക്കകത്ത് മെയിൻ ക്യാരക്ടർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാൻ അസം ഖാനും ഉണ്ട്, നമ്മുടെ സേത് രാമാനന്ദും ഉണ്ട്. പിന്നെ അവരുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മെസ്റ്റാഷ് ഈ ഒരു സ്റ്റോറിക്കകത്ത് സിംബലൈസ് ചെയ്യുന്നത്? സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരാളുടെ ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ് ഡിവിഷനെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പർ ക്ലാസ് ആണോ ലോവർ ക്ലാസ് ആണോ എന്ന് ഒരാളുടെ മസ്റ്റാഷ് കാണുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി അസം ഖാൻ എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ അടുത്ത്, പിന്നെ ആരുടെ അടുത്താണ്, നമ്മുടെ മണി ലെൻഡർ സേത് രാമാനന്ദൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? അയാളുടെ ടൈഗർ മൊസ്റ്റാഷ് കണ്ടിട്ടാണ്. പിന്നെ ഒരു എന്താണ് ഈ സ്റ്റോറിയുടെ ടോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്? സെറ്ററിക്കലായിട്ടും ഹ്യൂമറസ് ആയിട്ടും ഉള്ള രീതിയിലാണ് ഇത് എഴുതി പോയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ക്ലാസ്സിനെ കുറിച്ചും പ്രൈഡിനെ കുറിച്ച് സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട്. അതായത് കളിയാക്കുകയാണ് ഈ സ്റ്റോറി. ഞാൻ ഇന്നലെ ഇട്ട ഓഡിയോയിൽ, അതായത് ഇന്ന് രാവിലെ ഇട്ട ഞാൻ പെയർ ഓഫ് മെസ്റ്റാഷ്യൂസ് എന്നുള്ള ഓഡിയോക്കകത്ത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ക്ലാസ് ബേസ്ഡ് പ്രൈഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖാൻ അസം ഖാൻ അയാളുടെ ഒബ്സെഷനാണ് കാണിക്കുന്നത്, അല്ലേ? അയാളുടെ ആ മസ്റ്റാഷിൻ്റെ സിംബോളിക് വാല്യൂ, അതായത് അയാൾക്ക് എങ്ങനെയെങ്കിലും അയാളുടെ ആ ഒരു ക്ലാസിൻ്റെ മസ്റ്റാഷിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി പ്രിസർവ് ചെയ്യണം. എൻ്റെ അച്ഛനൊരു സുൽത്താനായിരുന്നു എന്ന് പ്രവൃത്തിക്കൊണ്ടാണ് അയാൾ തിരിച്ച് നടക്കുന്നത്. അയാളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അയാൾ മറ്റേയാൾക്ക് സേത് രാമാനന്ദന് പ്ലെഡ്ജ് ചെയ്തിട്ട് പോലും, പ്ലെഡ്ജ് ചെയ്ത് എന്തിനാണ്? ഈ മീശയ്ക്ക് വേണ്ടിയാണ്. ഇതൊരാൾ തിരിച്ച് നടക്കുന്ന എന്തോ അഹങ്കാരം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ പ്രൈഡായിട്ട് എന്തോ പറഞ്ഞുകൊണ്ടാണ്, മൈ ഫാദർ ഇസ് എ സുൽത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം പ്ലെഡ്ജ് ചെയ്തിട്ട് ഐ ഹാവ് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, പ്രിസർവ് ദി ഡിഗ്നിറ്റി ഓഫ് മൈ ക്ലാസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ കളിയാക്കിക്കൊണ്ട് മോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സറ്ററൈസ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊസ്റ്റാഷിൻ്റെ ആ ഒരു സിംബോളിക് വാല്യൂയും ഇയാളുടെ ആ ഒബ്സഷനുമാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് അയാളുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. വേറൊരാൾ മീശ പിരിച്ച് നടന്നപ്പോൾ അയാൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു, അയാളെക്കാട്ടിലും മുകളിലാണോ എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഫേഷ്യൽ ഹെയർ അല്ലെങ്കിൽ വേറെ ഒരു മെസ്റ്റാഷിൻ്റെ ഇത് വെച്ചിട്ട്, ഒരു ബോഡിയിൽ ഒരു ഫിസിക്കൽ ഫീച്ചർ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരാൾ അയാളുടെ വേർത്ത്, അയാളുടെ കാര്യങ്ങളെല്ലാം പ്ലെഡ്ജ് ചെയ്തു. അയാളുടെ ലൈഫേ അവിടെ കൊണ്ട് തീരുവാണ് ചെയ്യുന്നത്, അല്ലേ? അയാളുടെ ബിലോങ്ങിങ്സ് എല്ലാം, അയാളുടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾ വിറ്റു ഈ മീശയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു മീശ എന്നുള്ളൊരു കാര്യത്തിൻ്റെ അത്രയും വേർത്ത് പോലും, അതായത് അയാളുടെ ലൈഫിന് ആ ഒരു വേർത്ത് അയാളിത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആ പണ്ടത്തെ കാലത്തുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൈഡിനെ കുറിച്ചും, പിന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷനെ കുറിച്ചും, ഈ റിജിഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചുമാണ് ഇത് സംസാരിക്കുന്നത്. ഇനി ഗുഡ് അഡ്വൈസസ് റെയർ ദാൻ റൂബീസ് എന്നുള്ളതിനകത്ത് സൽമാൻ റുഷ്ദിയുടെ വർക്കിനകത്ത് ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പേരെന്താണ്? മിസ് റഹന എന്നാണ്. എങ്ങോട്ടാണ് മിസ് റഹാന പോകുന്നത്? ബ്രിട്ടീഷ് കോൺസുലേറ്റിൻ്റെ അടുത്താണ് പോകുന്നത്. പിന്നെ വൈ ഡസ് മിസ് റഹാന റിജക്റ്റ് ദ ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ്? അതായത് ഇംഗ്ലണ്ടിൽ അവർക്ക് ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫോൾസ് പ്രിട്ടൻസിൽ അവർക്ക് പോകണ്ട, കള്ളത്തരം കാണിച്ച് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? അത് ഫോൾസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ വോണ്ട്സ് ടു ബി ട്രൂ ടു ഹെർ സെൽഫ്. ഓക്കെ, പിന്നെ മുഹമ്മദിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ അയാളൊരു ഫിക്സറാണ്. അയാൾ ഈ ഫോർജ് ഡോക്യുമെൻറ്റ്സ് ഓഫർ ചെയ്യുന്ന ആളാണ്.
അത് എസ്പെഷ്യലി സ്ത്രീകൾക്കാണ്. അവർക്ക് ട്രാവൽ ചെയ്യാൻ, അബ്രോഡ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കള്ളത്തരം, അതായത് കള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഇയാൾ, മുഹമ്മദ് അലി. പിന്നെ സ്റ്റോറി എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് വിമണ്ണെ മൈഗ്രേഷനെയൊക്കെ, ആ ഒരു കാര്യങ്ങൾ. മിസ് റഹാന എന്ന് പറയുന്ന അവർ മാരി ചെയ്യാനോ മൈഗ്രേറ്റ് ചെയ്യാനോ ഒട്ടും ഡെസ്പറേറ്റ് അല്ല. അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ കാമായിട്ടാണ് റെഫ്യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം. സോ എല്ലാ ഫീമെയിൽ ആയിട്ടുള്ള ആളുകളും, അതായത് ഈ പിന്നെ എന്താണ് ഈ ബ്രിട്ടീഷ് കോൺസുലേറ്റ് വരുന്നവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എനിക്കങ്ങ് രാജ്യം വിട്ട് പോയാൽ മതി അങ്ങനെയുള്ളവരല്ല, കല്യാണം കഴിക്കാനും മുട്ടി നിൽക്കുന്നവരല്ല. ആ ഒരു ഓൾഡായിട്ടുള്ള കാര്യങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മിസ് റഹാനയുടെ ഈ ഒരു റോൾ ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് തീം ഓഫ് ഡിസപ്ഷൻ, പറ്റിക്കൽ എങ്ങനെയാണെന്ന് ഇതിനകത്ത് ചോദിക്കാം. ഇതിനകത്ത് നമ്മുടെ മുഹമ്മദ് അലി ഫ്ലാറ്ററി യൂസ് ചെയ്തിട്ടും ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഹെൽപ്പൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ആളുകൾ എന്തായാലും ഇയാൾക്കറിയാം, ഈ ബ്രിട്ടീഷ് കോൺസുലേറ്റ് വരുന്ന ആളുകളെല്ലാവരും നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും എബ്രോഡ് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നവരായിരിക്കും. സോ ആ വൾണറബിലിറ്റി മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഹെൽപ്പെല്ലാം ഇവർ ഓഫർ ചെയ്യുന്നത്. പക്ഷേ മിസ് റഹാനയാണ് റെഫ്യൂസ് ചെയ്തത്. അപ്പോൾ അവരുടെ ആ ഒരു ഡിഗ്നിറ്റി, ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേച്ചറൊക്കെ ഇയാളെ അതിശയിപ്പിച്ചു. ഓക്കെ. ദ സ്റ്റോറി ഓഫ് ആൻ അവർ ബൈ കേറ്റ് ചോപ്പിന്, അതിനകത്ത് പ്രൊട്ടാഗണിസ്റ്റ് ആരാണ്, ലൂയിസ് മാലഡാണ്. ലൂയിസ് മാലഡ് എങ്ങനെയാണ് മരിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് കൊണ്ട്. പിന്നെ ബിഗിനിങ്ങിൽ എന്താണ് ലൂയിസ് മാലഡിന് റിസീവ് ചെയ്യുന്ന ന്യൂസ് എന്താണ്, ഇവരുടെ ഹസ്ബൻഡ് ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന്. പക്ഷേ ഇവർക്ക് എന്താണ് ഒരു ഹാപ്പിനെസ് ആണ് ഈ ഒരു ന്യൂസിന് ശേഷം കിട്ടുന്നത്. കാരണം എന്താ, ഇവരുടെ മാരേജ് എന്ന് പറയുന്നത് അത്രയധികം വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മാരേജ് അല്ലായിരുന്നു. വളരെ എന്താണ്, ഇവർക്കൊരു താല്പര്യമില്ല, അത്ര അൺഹാപ്പി മാരേജ് ആയതുകൊണ്ടാണ് ഈ ന്യൂസ് കേട്ടപ്പോൾ ഇവർ സന്തോഷിക്കുന്നത്. അതൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യനായിട്ട്. പിന്നെ ഇതിനകത്ത് ഐറണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റോറിക്കകത്ത് സിറ്റുവേഷണൽ ഐറണിയാണ്. അതായത് ലൂയിസ് ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു ഫ്രീഡത്തിൽ ഇങ്ങനെ എന്താണ് റെഡിയായിട്ടിരിക്കുമായിരുന്നു, ആ ഒരു ഫ്രീ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അയാൾ തിരിച്ച് റിട്ടേൺ ലൈവായിട്ട് വരുമ്പോൾ എന്താണ്, അവരുടെ ആ ഒരു സന്തോഷം സഡൻ ഡെത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ. ആൻഡ് ഹൗ ഡസ് ദ സ്റ്റോറി റിഫ്ലക്റ്റ് ഏർലി ഫെമിനിസ്റ്റ് തോട്ട്. അതായത് ഇതിനകത്ത് കേറ്റ് ചോപ്പിൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പേഴ്സണൽ ഫ്രീഡമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ മാരിറ്റൽ ഡ്യൂട്ടിക്കല്ല. അപ്പോൾ അവർ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനും അങ്ങനത്തുള്ള കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വെൻ ഫ്രീ സ്പീച്ച് ഇസ് ട്രൂലി ഫ്രീ ബൈ സുന്ദർ സെറിക്കയ്ക്കകത്ത് ഈ എസ്സേയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. ഫ്രീഡം ഫ്രം ഫിയർ എന്നുള്ള കോൺസെപ്റ്റിനെ ഇതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രീഡം ടു സ്പീക്ക്. പിന്നെ സർക്കാർ എന്താണ് ഈ ഫിയർ ഇൻ റിലേഷൻ ടു സ്പീച്ചിനെ കുറിച്ച് പറയുന്നത്, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നതിന് ഫ്രീഡം വേണം, അല്ലേ. എന്തിൽ നിന്നുള്ള ഫ്രീഡമാണ് വേണ്ടത്, ഫിയർ ഓഫ് പണിഷ്മെൻറ്റിൽ നിന്നും സോഷ്യൽ ജഡ്ജ്മെൻറ്റിൽ നിന്നുള്ള ഫ്രീഡം വേണം. എന്നാലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ വൈ ഈസ് ട്രൂ ഫ്രീ സ്പീച്ച് റെയർ, അങ്ങനെ ഓതർ പറയുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യലാണെന്നുണ്ടെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രീ സ്പീച്ച് റെയർ ആണെന്ന് ഇയാൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് സറുക്കൈ ട്രൂ ഫ്രീ സ്പീച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത്. ട്രൂ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ലീഗൽ പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് മിയർലി ലീഗൽ പ്രൊട്ടക്ഷൻ. അതിനകത്ത് സൈക്കോളജിക്കൽ എബിലിറ്റി ഉണ്ട്. ഒരു ഫിയറും ഇല്ലാതെ, ഒരു റിജക്ഷനും പണിഷ്മെൻറ്റും ഹാമും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് ട്രൂ ഫ്രീ സ്പീച്ച്. മെയിൻ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ്സിനും അപ്പുറം പോകണം. അതായത് കുറേ കണ്ടീഷൻസിനനുസരിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്, നമുക്ക് പേടിയില്ലാതെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് ട്രൂ ഫ്രീ സ്പീച്ച് എന്ന് ഇദ്ദേഹം പറയുന്നത്. പിന്നെ സ്റ്റോളൻ ബെസിലസ് ബൈ എച്ച് ജി വെൽസിനകത്ത് പിന്നെ സ്റ്റോളൻ ബാസിലസ് എന്നുള്ള സ്റ്റോറി ആരാണ് എഴുതിയത്, എച്ച് ജി വെൽസ് ആണ്. പിന്നെ ഇതിനകത്ത് എന്ത് കൈൻഡ് ഓഫ് ബാസിലസിനെ കുറിച്ചാണ് പറയുന്നത്, കോളറ ബാസിലസിനെ കുറിച്ചാണ് പറയുന്നത്. അനാർക്കിസ്റ്റ്, ഇതിനകത്ത് ആരാണ് പിന്നെ അനാർക്കിസ്റ്റ് ആരാണ്, ഒരു മാൻ വിസിറ്ററായിട്ട് വന്നിട്ട് അയാൾ സയൻസിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അയാൾ ആക്ച്വലി ഒരു ടെററിസ്റ്റാണ്, അയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ഈ അനാർക്കിസ്റ്റ് സ്റ്റീൽ ചെയ്ത ബാസിലസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാംലെസ് ആയിട്ടുള്ളതായിരുന്നു. അത് ഈ എക്സ്പെരിമെൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നതായിരുന്നു. സോ അതുകൊണ്ട് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് സയൻസും സറ്റയറും എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് നമ്മുടെ എച്ച് ജി വെൽസ്, ഈ സ്യൂഡോ സയൻസിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ചും ബയോളജിക്കൽ ടെററിസത്തിനെ കുറിച്ചുമാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. തീം എന്ന് പറയുന്നത് സയൻസിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം, ഫിയർ ഓഫ് ടെററിസം ഉണ്ട്, സയൻറ്റിഫിക് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ്. പിന്നെ നൈസ് കപ്പ് ഓഫ് ടീ ബൈ ജോർജ് ഓർവെലിനകത്ത് ആരാണ് എഴുതിയെന്ന് ചോദിക്കാം. പിന്നെ എത്ര റൂൾസ് ഉണ്ട് ഓർവെലിന് ചായ ഉണ്ടാക്കുന്നതിൽ, 11 റൂൾസാണുള്ളത്. എന്ത് കൈൻഡ് ഓഫ് ടീ ആണ് ഓർവെൽ റെക്കമെൻഡ് ചെയ്യുന്നത്, ശ്രീലങ്കൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർ സിലോണസ് ടീ ആണ്, അല്ലാതെ ചൈനീസ് ടീ ആൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഓർവെൽ എന്തുകൊണ്ടാണ് ഷുഗർ ടീയിൽ ആഡ് ചെയ്യുന്ന ഡിസപ്രൂവ് ചെയ്യുന്നത്, ഷുഗർ എന്ന് വെച്ചാൽ നാച്ചുറൽ ടേസ്റ്റ് ഓഫ് ടീയെ സ്പോയിൽ ചെയ്യും, അതിൻ്റെ ഫ്ലേവർ അണ്ടർമൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷ് കൾച്ചറിനെ കുറിച്ച് ഓർവെലിൻ്റെ എസ്സേ എന്താണ് റിവീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടീ എങ്ങനെയാണ് ബ്രിട്ടീഷ് കൾച്ചറിൽ ഇത്രയധികം സീരിയസ് ആയിട്ട് റിഗാർഡ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, 11 ഇൻസ്ട്രക്ഷൻസ് ഇയാൾ കൊടുക്കുന്നുണ്ട്, അതെല്ലാം നോക്കിക്കൊള്ളണം. അത് ആ നാഷണൽ പ്രൈഡിനെ, ആ ഒരു ഇതിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ടീ എന്ന് പറയുന്ന ട്രഡീഷനെയും കംഫർട്ടിനെയും സിംബലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്.
പിന്നെ ടോൺ ആൻഡ് പർപ്പസ് ഓഫ് ഈ ഒരു എസ്സേ എന്താണെന്ന് വെച്ചാൽ ഹ്യൂമറസ് ആയിട്ടും പാഷനേറ്റ് ആയിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ചില രാജ്യങ്ങളുടെ കൾച്ചറൽ ഹാബിറ്റ്സിനെ കളിയാക്കിക്കൊണ്ടും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, എസ്പെഷ്യലി ബേസ്ഡ് ഓൺ ടീ മേക്കിംഗ്. പിന്നെ പേട്രിയറ്റ് ബൈ നസീം മെസിക്കലിനകത്ത് സ്പീക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ നൈവ് വുമൻ, ഒരു മാനാണ്. അയാൾ ഇന്ത്യയുടെ ഗ്രേറ്റ്നെസ്സിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രോക്കൺ ഇംഗ്ലീഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഇന്ത്യൻ പിഡ്ജിൻ ഇംഗ്ലീഷ് എന്നും പറയുന്നുണ്ട്, PIDGIN. എന്താണ് സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പൊളിറ്റിക്സ്? കൺഫ്യൂസ്ഡ് ആണ്, പേട്രിയോട്ടിക് ആണ്, പക്ഷേ ഹോപ്പ്ഫുൾ ആണ്. പക്ഷേ അയാൾക്ക് പൊളിറ്റിക്കൽ കോംപ്ലക്സിറ്റീസിനെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഇല്ല നമ്മുടെ സ്പീക്കറിന്. പിന്നെ ലാംഗ്വേജ് വെച്ചിട്ട് എങ്ങനെയാണ് ഇയാൾ പാട്രിയോട്ടിനകത്ത് യൂസ് ചെയ്യുന്നത്? നസീം മെസിക്കലി ഇന്ത്യൻ ഇംഗ്ലീഷിനെ കളിയാക്കി മിമിക്ക് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് ഒരു കോമൺ മാൻ എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഒരു ബ്രോക്കൺ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ പോയം. അപ്പോൾ ഹ്യൂമറസ് ആയിട്ടും ഐറോണിക്കലി ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നുണ്ട് ഈ നാഷണൽ ഐഡൻറ്റിറ്റിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനും, ലിംഗ്വിസ്റ്റിക് കോളനൈസേഷനെ കുറിച്ച് പറയാനും, കൾച്ചറൽ കോൺഫിഡൻസിനെ കുറിച്ച് പറയാനും. പിന്നെ ഇതിനകത്ത് തീം എന്താണെന്ന് ചോദിച്ചാൽ നാഷണലിസം, ഐഡൻറ്റിറ്റി, പോസ്റ്റ് കൊളോണിയൽ കൺഫ്യൂഷൻ, പൊളിറ്റിക്കൽ ഐഡിയൽസും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ്. ഇത് ഹ്യൂമറസ് ആയിട്ടും പാരഡി പോലെയാണിത് എഴുതിയിരിക്കുന്നത്.